ഭാഗത്തിലേക്കാണ് ഞാൻ പോകുന്നത്. സിസ്റ്ററിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ, MSMI കോൺഗ്രിഗേഷനാണ്. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആ ഒരു മുഖം പേറി കാരിസംസ് എല്ലാം, ഗിഫ്റ്റ് എല്ലാം വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു കോൺഗ്രിഗേഷനും കൂടിയാണ്. സിസ്റ്ററിൻ്റെ ഒരു നവീകരണ യാത്രയും കമ്മ്യൂണിറ്റിയെക്കുറിച്ചും ഒക്കെ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക സിസ്റ്റർ. 1978 ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ധ്യാനം കൂടുന്നത്. BCM കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ 200 പേരുടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ ലീഡ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് ദൈവിക സ്വരം കേട്ട് എനിക്ക് സിസ്റ്റർ ആകണമെന്നുള്ളൊരു വിളി കിട്ടിയത്. അപ്പോൾ 4 വർഷത്തെ ഒരു അൽമായ ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രെയർ മീറ്റിങ് കാര്യങ്ങൾ ജീസുവാക്കിയിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ട്രെയിനിങ് ആ മേഖലയിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് MSMI കൊളത്തുവേൽ ധ്യാന കേന്ദ്രവും ഈ ധ്യാനങ്ങളും വർഗിച്ചിനെ കുറിച്ചൊക്കെ കേൾക്കാനായിട്ട് ഇടയായത്. അങ്ങനെയാണ് ഈ MSMI കോൺഗ്രിഗേഷനിൽ എനിക്ക് ഈശോ എന്നെ പിടിച്ചുകൊണ്ട് പോയത്. ഞാൻ ഓർക്കുന്നു, അച്ഛൻ, പ്രിയപ്പെട്ട വർക്കി അച്ഛൻ 76 ധ്യാനം കൂടിയ അന്ന് തന്നെ, ആ വർഷം തന്നെ 8 പേരുടെ ഒരു ധ്യാനം ഞങ്ങളുടെ കോൺവെൻറ്റ് ചാപ്പലിൽ ആരംഭിച്ചു. ഈ ഏപ്രിൽ 25 ഇതിൻ്റെ ജൂബിലി ഞങ്ങൾ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വളരെ സൂപ്പറായൊരു ജൂബിലി ആഘോഷം ഞങ്ങൾ തിരികെ എത്തിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ. അപ്പോൾ 76 അച്ഛൻ അവിടെ ധ്യാനം ആരംഭിച്ചതാണ്. 8 പേരെ കൊണ്ട് ആരംഭിച്ചു. പിന്നീട് പതുക്കെ സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും അങ്ങനെ 85 ധ്യാന കേന്ദ്രം ആരംഭിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ഇങ്ങനെ ശ്രവിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയെ വേറൊരിടത്തും കാണാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുന്നു. ഈവൻ ഒരു യാത്രയ്ക്ക് പോലും, ഒരു ഭക്ഷണത്തിന് പോലും, ഒരു പുതിയ ഭക്ഷണം കണ്ടാൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, ഇത് കഴിക്കണോ? യാത്രയ്ക്ക് പോകുമ്പോൾ ട്രെയിനിന് പോകണോ, പ്ലെയിനിന് പോകണോ, റിസർവേഷൻ ചെയ്യണോ? പൊട്ടത്തരങ്ങളാ, ഫൂളിഷ്. അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ആ ഒരു സ്റ്റൈലിലൂടെ പോകുവാനായിട്ടും ദൈവം ഇടവരുത്തി. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ മാത്രം ഉപയോഗിച്ച് ആണ് അച്ഛൻ എല്ലാ ധ്യാനങ്ങളും നടത്തിയിരുന്നത്. ഒരു കൗൺസിലിങ്ങിന് പോലും പ്രാർത്ഥിച്ചിട്ടിടും ആരുടെ അടുത്താണ് പോകേണ്ടത്. ക്ലാസ് എടുക്കുമ്പോൾ അച്ഛൻ ചോദിക്കും, ആരൊക്കെയാണ് ഇവിടെ ക്ലാസ് എടുക്കേണ്ടത്? ഇപ്രകാരം നല്ലൊരു സ്പിരിറ്റ് ഫീൽഡ് ആയിട്ടൊരു വൈദികൻ്റെ കീഴിൽ ട്രെയിനിങ് കിട്ടാൻ സാധിച്ചതുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്, ഇന്ന് വരെ 48 വർഷമായിട്ടും വരദാനങ്ങളുടെ മേഖലയിൽ ഒരു പാഴ്ചയുണ്ടാകാനോ തെറ്റ് വരുത്താനോ ഒന്നും ഇടവരുത്തില്ല. കാരണം പരിശുദ്ധാത്മാവിനുള്ളൊരു വിധേയത്വത്തിലാണ് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിലെ എല്ലാവരെയും കർത്താവ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. സിസ്റ്റേഴ്സ് മാത്രമല്ല, വലിയൊരു അൽമായ കൂട്ടായ്മയും എല്ലാം ഈ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വരദാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ ചിന്തിക്കുമ്പോൾ വരദാനങ്ങൾ ഉപയോഗിക്കുന്നവരും വരദാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരും കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വരങ്ങളിൽ ഭാഷാവരം മാത്രമേ പെർമനൻ്റ് ഉള്ളൂ, ബാക്കി ഒരു വരവും പെർമനൻ്റ് അല്ല. അതുകൊണ്ട് അന്നേപ്പം പോലെ നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഈശോ അയക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് വരദാനങ്ങളിൽ വളർന്നാൽ മാത്രമേ വരങ്ങൾ ഈ ജൂബിലി വർഷത്തിൽ നമ്മളൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് വരദാനങ്ങളിൽ വളരാനായിട്ട് പറ്റുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ 1000കണക്കിന് 10000കണക്കിന് മനുഷ്യരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാലും ഒരാൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എനിക്ക് പേടിയാണ്, കർത്താവ് വല്ലതും തരുമോ? എന്തോ ഒരു 10, 30, 40 സന്ദേശം കിട്ടിയ അനുഭവങ്ങളുണ്ട്. എന്നാലിപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പേടിയാണ്, കർത്താവ് തന്നില്ലേ നമ്മൾ എന്ത് ചെയ്യും? ഈശോ ചെയ്യേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ സ്വന്തമാക്കി മാറ്റിയത് കൊണ്ട് വരദാനങ്ങളൊരു വളരെ, അച്ഛൻ എപ്പോഴും പറയും, അവിടെ ശാന്തമായിട്ടിരിക്കുക, ഈശോ നയിക്കട്ടെ, ഈശോ പറയുന്നത് പറ. ഇങ്ങനെ ഞങ്ങളെ ചെവിക്ക് പിടിച്ച് വളർത്തിയ അനുഭവം ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ വളർത്താനും ഉയർത്താനുമൊക്കെ ആളുകളില്ലാത്തത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും വരങ്ങൾ ഇന്ന് വളരെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രെയർ ഗ്രൂപ്പുകളും തളർന്നുകൊണ്ടിരിക്കുകയാണ്. 1 കൊരിന്തോസ് 3:2 പ്രത്യേകം പറയുന്നുണ്ട്, നിന്റെ ശരീരം നീ ദാനം ചെയ്താലും, സർവ്വസമ്പത്ത് നീ ദാനം ചെയ്താലും, ശരീരം നീ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന്. എല്ലാ വരങ്ങളും സ്നേഹത്തിൻ്റെ ബേസിസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ തങ്കച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സ്നേഹത്തിൽ വേണം ഞാൻ ഈ വരം ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്, മനോജ് സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്നേഹം ഉപയോഗിച്ചിട്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? സ്നേഹമാണ് എൻ്റെ വലിയ മാനദണ്ഡം. ഇതെല്ലാം വിട്ടുപോകുന്നത് കൊണ്ട് വരദാനങ്ങളുടെ മേഖലയിൽ ഞാൻ എപ്പോഴും വേദനയോടെ പറയും, എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷം ഞാൻ ഇവിടെ നിന്നത് എനിക്ക് വലിയൊരു അറിവോ ജ്ഞാനമോ പാണ്ഡിത്യമോ ഒന്നുമില്ല, പക്ഷെ വരദാനങ്ങളുടെ സമൃദ്ധിയുണ്ട്. വരദാനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എവിടെയും നമുക്ക് പോകാനായിട്ട് കാരണം പരിശുദ്ധാത്മാവ് ചെയ്തോളും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായത് എന്തെല്ലാം കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ്. ഒരൊറ്റ ഉദാഹരണം പറയാം. ഞങ്ങൾ ജർമ്മനിയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ തുറക്കാത്ത ഒരു അലമാരി ഉണ്ടോ എന്ന്. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ
കണ്ണിങ്ങനെ പൊളിച്ച് ചോദിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിലെ അലമാരി തുറക്കാത്ത എങ്ങനെയാണ് സിസ്റ്റർ ഇറങ്ങിയത് എന്ന്. ഞാൻ പറയും, ഞാൻ ഇറങ്ങിയതല്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടാണെന്ന്. ആ സ്ത്രീയുടെ ഭർത്താവ് മരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, അണ്ടർഗ്രൗണ്ടിലെ അലമാരി ഒരിക്കലും തുറക്കരുത്, അത് പൂട്ടിയിട്ടേക്കണമെന്ന്. 28 വർഷമായി ഭർത്താവ് മരിച്ചിട്ട് ആ അലമാരി ഇതുവരെയും തുറന്നിട്ടില്ല. അതിനകത്ത് എന്തുകൊണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ആ സ്ത്രീയുടെ അയ്യോപ്പണിങ് ആയിരുന്നു. സുവിശേഷം അവിടെ ഓസ്ട്രിയ മുഴുവൻ 25ഓളം പ്രാവശ്യം പോകാൻ ഇടവന്നത് ഈ വരദാനങ്ങളാണ്. ബിൽഡ് അപ്പ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു ശരീരത്തെ പടുത്തുയർത്താൻ, ആത്മാക്കളെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ, ആത്മാക്കളെ നേടാൻ തന്ന ഈ ടൂൾസ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ച് കണക്ട് ചെയ്ത് നമ്മൾ വളർത്തിയാൽ മാത്രമേ ഇത് വളരുകയുള്ളൂ. എനിക്കൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയെന്നോർത്ത് അടുത്തയാൾക്ക് വേണ്ടി കിട്ടണമെന്നില്ല. സിസ്റ്ററിലേക്ക് വീണ്ടും ഞാൻ തിരിച്ചു വരാം. ഞാനിപ്പോൾ മനോജ് സണ്ണിയിലേക്ക് പോവുകയാണ്. മനോജ് സണ്ണി ചേട്ടൻ ജീസസ് യൂത്തിലൂടെയാണ് തീർച്ചയായിട്ടും നവീകരണത്തിൻ്റെ ഭാഗമാകുന്നത്. ജീസസ് യൂത്തിൻ്റെ റെക്സ് ബാൻഡ് എന്ന് പറയുന്ന ഇതിൻ്റെ ആദ്യത്തെ കോർഡിനേറ്റർ. അത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം, എൻ്റെ ചെറിയ ഓർമ്മയിൽ ഞാൻ ഇവർ പറഞ്ഞു കേട്ട് മനസ്സിലാക്കുന്ന അനുസരിച്ച് കളമശ്ശേരിയിൽ നടന്ന വലിയ കരിസ്മാറ്റിക് കൺവെൻഷൻ്റെ പശ്ചാത്തലത്തിലാണ്, ആ മ്യൂസിക് മിനിസ്ട്രിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് റെക്സ് ബാൻഡിൻ്റെ ചിന്ത പോലും ഉയരുന്നത്. 1990. മനോജ് ചേട്ടൻ്റെ ഒരു നവീകരണ അനുഭവം പറഞ്ഞ് തുടങ്ങാം. ഞാനിതൊരു 3 തലങ്ങളായിട്ട് പറയേണ്ടി വരും. കാരണം ഞാനൊരു ഈശോയിലേക്ക് പ്രതിബദ്ധത എടുക്കാനുള്ള ഒരു യാത്ര നോക്കുമ്പോൾ ആദ്യത്തെ ഒരു 4 വർഷങ്ങൾ 5 വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടായി. അത് ഒരിക്കലും അതുവരെ ഇല്ലാതിരുന്ന ഒന്ന്, എൻ്റേതായ കാരണങ്ങൾ അല്ലാതെ വന്നതാണത്. പക്ഷേ അവിടെയാണ് എൻ്റെ ജീവിതത്തിലൊരു അന്വേഷണം തുടങ്ങുന്നത്. ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അന്നത്തെ കാലത്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം ജോലി കിട്ടും, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ജോലി കിട്ടിയിട്ട് എന്ത് കാര്യം? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ അന്വേഷണം ഉണ്ടായിരുന്നു. ആ അന്വേഷണം അവസാനിക്കുന്നത് ഞാനൊരു ധ്യാനമാണെന്ന് അറിയാതെ പോയി അറ്റൻഡ് ചെയ്ത ഒരു ധ്യാനത്തിലാണ് അത് ഞാൻ അവസാനിക്കുന്നതും. അവിടെയാണ് എനിക്ക് വ്യക്തിപരമായ യേശു അനുഭവം ഉണ്ടാകുന്നതും. അത് തീർച്ചയായിട്ടും ഒരു ആഴത്തിലുള്ള അനുഭവമായിരുന്നു. അത് യേശു എന്നെ കണ്ടെത്തിയെന്ന് പറയാവുന്ന ഒരു അനുഭവം. പക്ഷെ അപ്പോഴും എൻ്റെ ബാപ്റ്റിസം, എൻ്റെ മാമോദിസ പേര് തോമസ് ആണ്. അപ്പോൾ തോമസുമാർക്കുള്ള എല്ലാവിധ പ്രത്യേകതകളും എനിക്കുമുണ്ട്. ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു ഞാൻ. പക്ഷേ അന്ന് ആ ധ്യാനം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഇവരെല്ലാം പറഞ്ഞ പള്ളുവാതുക്കലച്ചൻ ഫാദർ എബ്രഹാം പള്ളുവാതുക്കൽ, അന്ന് KST ചെയർമാനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ഇവരെന്നെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അദ്ദേഹം പിടിച്ച ഒരു പിടിയാണ് എന്നെ ഇന്നും ഇവിടെ നിലനിൽക്കാനായിട്ട് സഹായിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 40 വർഷത്തോളം അദ്ദേഹമാണ് എൻ്റെ സ്പിരിച്വൽ ഡയറക്ടറും എന്നെ എല്ലാ രീതിയിലും അനുഗമിച്ചുകൊണ്ടിരിക്കുന്നതും എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. മനോജ് ചേട്ടൻ മറ്റൊരു സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ചുമ്മാ ഇൻ്റർഫിയർ ചെയ്തൊരു കാര്യം ചോദിക്കുകയാണ്. മനോജ് ചേട്ടൻ്റെ ഡാഡി ആണ് മരിച്ചുപോയ ഇന്ത്യയുടെ നാഷണൽ ഷൂട്ടിംഗ് കോച്ച് ദ്രോണാചാര്യ സണ്ണി തോമസ് സാറ്. ഞാൻ അതിപ്പോൾ പറയാനുള്ള കോണ്ടെക്സ്റ്റ്, മനോജ് ചേട്ടൻ നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ മനോജ് ചേട്ടൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു സ്വീകരണമൊക്കെ കൊടുക്കാൻ പോയപ്പോൾ മറുപടി പ്രസംഗം പറയാൻ പറ്റാതെ പേപ്പർ കയ്യിൽ നിന്ന് പോയി പേടിച്ചു വിറച്ച് ഇറങ്ങിപ്പോയ ഒരു മനോജ് സണ്ണിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, കുഞ്ഞുനാൾ മുതൽ ചെറിയൊരു വിക്കുണ്ട് മനോജ് ചേട്ടന്. ചെറിയ വിക്കല്ല, വലിയ വിക്കുണ്ട്. അങ്ങനെയുള്ള മനോജ് സണ്ണിയാണ് ഇന്ന് ലോകം മുഴുവൻ ഇതുപോലെ നടക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഈ നവീകരണം ഉണ്ടാക്കിയ ജീവിതത്തിന്റെ മാറ്റത്തിൽ അത് പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ധാരാളം അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണല്ലോ. ഞാൻ വിചാരിച്ചു അത് പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് വലിയ വിക്കുണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിക്കുണ്ടായിരുന്നു. അപ്പം റൈജു പറഞ്ഞ പോലെ ഞാൻ അന്ന് നാഷണൽ റെക്കോർഡൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഷൂട്ടിങ്ങിൽ. അത് തന്നെയാണ് എൻ്റെ വലിയ ക്രൈസിസും ഉണ്ടായത്. അത് തന്നെയായിരുന്നു അവസാനം വന്നപ്പോഴും. അത് ആ സമയത്തൊക്കെ ഞാൻ പഠിച്ച കോളേജിൽ എൻ്റെ ഡാഡിയും മമ്മിയും കോളേജ് പ്രൊഫസേഴ്സാണ്. അവർ രണ്ടുപേരും മുന്നിലിരിക്കുമ്പം ഒരു 2 വരി നോക്കി, ഒരു പേപ്പറെ നോക്കി വായിക്കാൻ തുടങ്ങിയിട്ട് സംസാരിക്കാൻ പറ്റാതെ നാണം കെട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഞാൻ. എന്നെയാണ് ദൈവം ധാരാളം സ്ഥലങ്ങളിൽ, ഒരു പക്ഷേ എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, അത് ബിഷപ്പ് സിനഡുകൾ മുതൽ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ തലങ്ങളിലും വത്തിക്കാനിലും എല്ലാം ധാരാളം പ്രാവശ്യം സംസാരിക്കാനുള്ള അവസരം ഒരുക്കിയത്. ഞാനുമായിട്ടൊരു ബന്ധവുമില്ല, ഇപ്പോഴും എനിക്ക് വിക്കുണ്ട്. അത് എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ ഉറങ്ങാതിരിക്കുമ്പോഴേ നെർവസ് ആകുമ്പോൾ എനിക്കറിയാം ചില വാക്കുകൾ സംസാരിക്കാൻ എനിക്ക് എളുപ്പമല്ല. എപ്പോഴും ഞാൻ വിചാരിക്കും, ഏതെങ്കിലും ഒരു അവസരത്തിൽ വിക്കില്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കൃപ മാത്രമാണ്. അത് ഞാനുമായിട്ടൊരു ബന്ധവുമില്ല. എൻ്റെ രണ്ടാമത്തെ തരം ഞാൻ പറഞ്ഞതാണ്, ഒരു ധ്യാനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നെ ഒരു ആഴത്തിലുള്ള യേശു അനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് പള്ളുവാക്കച്ചനും അതോടൊപ്പം തന്നെ GC യൂത്തിൽ ആ സമയത്ത് എൻ്റെ എൽഡേഴ്സായിരുന്ന പലരുമാണ് എൻ്റെ കൂടെ നടന്നവർ. മൂന്നാമതൊന്ന് ഞാൻ വിചാരിക്കുന്നത്, അതാണ് ഒരു അടിത്തറയിട്ടെന്ന് പറയും. ഞാൻ കല്യാണം കഴിച്ചു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ കൊച്ച് മരിച്ചുപോയി. 9ാമത്തെ മാസം, അതായത് പ്രസവത്തിന് 2 ദിവസം മുമ്പാണ് പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലായി. കൊച്ച് മരിച്ചാണ് പുറത്ത് വന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം തകരുന്ന ഒരവസ്ഥ. പക്ഷേ ഞാൻ ചുരുക്കി പറയുകയാണ്, പക്ഷെ അന്ന് ഞങ്ങൾ 2 പേരും, ഞാനും എൻ്റെ ഭാര്യയും, അത്
പ്രസവത്തിന് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 10-12 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ഈ സമയത്തൊക്കെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ ജീവിതത്തിൽ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ അതുവരെ ഞങ്ങൾ അനുഭവിക്കാത്ത തരത്തിൽ ഞങ്ങളോടൊപ്പം ഇറങ്ങി വന്ന് വസിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം. നമുക്ക് കൈ നീട്ടിയാൽ തൊടാൻ പറ്റുന്ന അത്രയും നമുക്ക് അടുത്ത യേശു വന്ന് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുള്ള സമയം, അങ്ങനെ അവനെ അനുഭവിക്കുന്ന സമയം. ആൾക്കാർ സാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മളെ ആശ്വസിപ്പിക്കത്തില്ല. പക്ഷേ മാത്രമല്ല, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണെങ്കിലും അന്ന് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ ലോകത്തിന് തരാവുന്ന എല്ലാം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അത്യാവശ്യ സമ്പത്തുണ്ടായിരുന്നു, വേണ്ട ഇൻഫ്ലുവൻസും കോൺടാക്റ്റും ഞങ്ങൾക്കല്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വെറുതെ ആയിപ്പോയി, വെറും ഉപയോഗശൂന്യമാണെന്നുള്ളതും നമുക്കൊരാവശ്യം വരുമ്പോൾ ലോകത്തിന് തരാൻ പറ്റുന്നതെല്ലാം വെറും എന്താ പറയുക ഉച്ഛിഷ്ടമായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ ആ വചനം ഓർക്കുന്നത്, അത് വെറും ഉപയോഗശൂന്യമാണെന്നും ഈ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്തും കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ നമ്മൾ അന്വേഷിക്കുന്ന സെൻറ്റ് പോൾ പറയുന്ന പീസ് ദാറ്റ് പാസസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാന സമാധാനം നമ്മുടെ ഉള്ളിൽ തരാൻ കർത്താവായ യേശു ക്രിസ്തുവിനല്ലാണ്ട് മറ്റൊരാൾക്കും സാധിക്കത്തില്ലെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിച്ച സംഭവമായിരുന്നത് 92-ലാണത്. അതിനുശേഷം ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് മനോജേട്ട മറ്റൊരു ജീവിതത്തിലേക്ക്, കാരണം മനോജേട്ടൻ ഇന്ന് ഈ പാനൽ നിൽക്കുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും യുവജനങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ്. ജീസസ് യൂത്ത് ആണ് തീർച്ചയായിട്ടും ചേട്ടൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും രാവും പകലും ചേട്ടൻ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. ജീസസ് യൂത്തിനെ കുറിച്ച് മാത്രമല്ല, തീർച്ചയായിട്ടും യുവജനങ്ങളുടെ ഇടയിലുള്ള നവീകരണ ശുശ്രൂഷ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ചേട്ടന് പറയാൻ പറ്റും? ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ വചനം തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മൾ യൗവനത്തിലാണ് പിള്ളേരെ പിടിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ടത്. ഞാൻ ധാരാളം പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതായത് എനിക്കൊന്ന് ടീനേജ് കഴിഞ്ഞ, പ്രത്യേകിച്ച് 20 വയസ്സ് കഴിഞ്ഞവർ അതിനുശേഷം ഒരു ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി കമ്മിറ്റ് ചെയ്യുന്ന ആളുകളുടെ ശതമാനം എന്ന് പറയുന്നതും 20 വയസ്സിൽ താഴെ കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ പല സ്റ്റഡീസും കാണിക്കുന്ന 88-89% വരെ ആൾക്കാർ 20 വയസ്സ് താഴെയുള്ള സമയത്ത് ഒരു വ്യക്തിപരമായ എൻകൗണ്ടർ എക്സ്പീരിയൻസ്, അത് വ്യക്തിപരമായ യേശു അനുഭവം ഉണ്ടാകുന്നവരാണ് അവരുടെ ജീവിതം കമ്മിറ്റ് ചെയ്യുന്നത്. ഒരു 45-50 വയസ്സായിട്ട് ചോദിച്ചവരാ, നിങ്ങളുടെ ആദ്യത്തെ ദൈവാനുഭവം എപ്പോഴായിരുന്നു? കൂടുതൽ ആൾക്കാരും പറഞ്ഞത് 20 വയസ്സ് താഴെ എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് യുവജനങ്ങളെ നമുക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഞാൻ വിചാരിക്കുന്ന വലിയൊരു നഷ്ടമായിരിക്കും. ഞങ്ങളുടെ എല്ലാം ജീവിതം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ധാരാളം മനോഹരമായ കാര്യങ്ങളാണ്. നിങ്ങളെല്ലാം ധാരാളം വായിക്കുന്നുണ്ടാവും. ഒരു ക്വയറ്റ് റിവൈവൽ എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫ്രാൻസിൽ ഞാൻ അടുത്തിടെ യാത്ര ചെയ്തപ്പോൾ ഫ്രാൻസിലെ പാരീസിലെ ഓക്സിലറി ബിഷപ്പിനെ കണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, എല്ലാ പാരിഷുകളിലും ഇന്ന് യുവജനങ്ങൾ 40-50 പേര്, അതായത് കഴിഞ്ഞൊരു 10 വർഷം ഒരു യുവജനത്തെ പോലും കാണാത്ത, ഒരു യൂത്തിനെ പോലും കാണാത്ത പാരിഷിൽ പോലും 40-50 പേര് വന്നിട്ട് ഞങ്ങൾക്ക് ദിവസവും ആരാധന വേണം, ഞങ്ങൾക്ക് കൺഫെഷൻ വേണം എന്ന് പറഞ്ഞ് വരിക. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അച്ഛന്മാർക്ക് അറിയില്ല ഇത് എങ്ങനെ ഇതിനെ നേരിടണമെന്ന്. ഈ വർഷം ഈ ഈസ്റ്ററിന് 12,400-600 പേരാണ് ബാപ്റ്റിസം എടുത്തേക്കുന്നത്. അതിൽ തന്നെ 60% 20കളിലുള്ളവരാ. നിങ്ങൾ ധാരാളം ഫോട്ടോസ് കണ്ടാണ്. ന്യൂയോർക്കിലൊക്കെ സിറ്റിയുടെ നടുക്കുള്ളൊരു പള്ളിയിൽ വലിയ ക്യൂ ആണ്, പള്ളിക്ക് അകത്തേക്ക് കാണാൻ സ്ഥലം കിട്ടുന്നില്ല. അതും ഈ ക്യൂവിൽ നിൽക്കുന്ന നല്ലൊരു ശതമാനം യുവജനങ്ങളാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ആർക്കും എന്താ പറയുക പ്രവചിക്കാനാകാത്ത രീതിയിൽ കൂടെ അതിശക്തമായിട്ട് ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുന്നത് യുവജനങ്ങളുടെ ജീവിതത്തിൽ. അപ്പം നമ്മുടെ പോപ്പുലേഷൻ എടുത്താൽ പോലും ഇന്ത്യയിലാണേലും എവിടെയാണേലും 50% കൂടുതൽ യുവജനങ്ങളാണ്. അപ്പം നാച്ചുറലായിട്ട് നമ്മുടെ ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും പ്രധാനമായിട്ട് ഞാൻ വിചാരിക്കുന്നത് യുവജനങ്ങളിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഏട്ടാ. ജെയിംസ് ഊട്ടി ബ്രദറെ, അൽമായരുടെ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അൽമായർക്ക് ആ പ്രത്യേകിച്ച് ഡിവൈനിലൊക്കെ കിട്ടിയൊരു പ്രോത്സാഹനം ഉണ്ടല്ലോ, ആ ഒരു പശ്ചാത്തലത്തിൽ ഒന്ന് പറയാമോ? അതായത് ഇവിടെ നായികമറച്ചിലും പനങ്കലച്ചനും ഞാനിവിടെ മുഴുവൻ സമയം ഉള്ളപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ചുമതലകൾ ഏൽപ്പിക്കും. പിന്നെ ഒരു ക്ലാസ് കഴിയുമ്പോൾ അടുത്തത് ചെയ്യണം, അത് കഴിയുമ്പോൾ ഹീലിംഗ് പ്രയർ ചെയ്യും. അപ്പോൾ അത് അച്ഛന് ചെയ്താൽ എന്താ? അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ മുന്നോട്ട് വിട്ടിട്ട് ഇവർ പുറകിൽ നിൽക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നത് കേരള സഭയിൽ തന്നെ ഒരു അൽമേരുടെ ശുശ്രൂഷ എന്താണെന്ന് അതിന് തുടക്കം കുറിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞതുപോലെ ഒരാത്മാവിനെ നേടുവാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഞാൻ പറയുണ്ടായിരുന്നു, പനക്കലച്ചൻ ഇംഗ്ലണ്ടിലിരുന്നപ്പോൾ, ഇംഗ്ലണ്ടിൽ നിന്ന് പോരാൻ നേരം അച്ഛനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോൾ അതിനെ
അവതാരിക എഴുതിയത് അവിടുത്തെ ഡയറക്ടറച്ഛനായ നമ്മുടെ ജോസഫ് എടാട്ടച്ചനാണ്. അദ്ദേഹം എഴുതിയതാണ് ഞങ്ങൾക്കുമുള്ളത്. ഞാൻ അറിഞ്ഞില്ല ഇത്രയും വർഷം ഞാനൊരു വിശുദ്ധൻ്റെ കൂടെയാണ് ജീവിച്ചിരുന്നതെന്ന്. ഞങ്ങൾക്ക് അച്ഛനെ മുറിയിൽ 2 പ്രാവശ്യം നോക്കി കാണാതെ വന്നപ്പോൾ ഞാൻ ചാപ്പലിൽ പോയി. അവിടെ ഇല്ലെങ്കിൽ ചാപ്പലിലുണ്ട്. 1 മണി 2 മണി വരെയൊക്കെ അവിടെ ഇരിക്കും, തിരിച്ചു വരും. ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഞങ്ങൾ ഒന്നിച്ച ഭക്ഷണം കഴിക്കുന്നത്. മാത്രം ഭക്ഷണം കഴിക്കുന്നയാളാണ്. മരിക്കരുത്, അത്രയേ ഉള്ളൂ. എന്താണ് പിന്നെ ഞാനിവിടെ പറയും, പ്രസംഗത്തിൽ ഞാൻ പറയാറുണ്ട്, എല്ലാവരും പറയും ലോകം നശിച്ചു, യുവജനങ്ങൾ നശിച്ചു, എല്ലാവരും പോയി. ഞാനിപ്പം ഞങ്ങൾ ഒന്നിച്ച് പോയപ്പോൾ കുറേ ചെറുപ്പക്കാർ യൂത്ത് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു ഇവിടെ അവതരിപ്പിക്കാൻ. ഞാൻ പറഞ്ഞത് കാണുമ്പോൾ കൊതി വരികയാണ്. നശിച്ചിട്ടില്ല, കാരണം ആരും നശിക്കത്തില്ല. പണ്ട് കാലത്ത് ഇങ്ങനെയല്ലായിരുന്നു. പൗലോസിൻ്റെ വാക്കുകൾ ഇതാണ്: പാപം പെരുകിയെടുത്ത് ദൈവത്തിൻ്റെ കൃപ അതിലേറെ വർദ്ധിച്ചു. അതിൻ്റെ അടയാളമാണ് ഇത്രയും ജനം ഇവിടെയല്ല, എല്ലാ സ്ഥലത്തും. മനോജ് സണ്ണി പറഞ്ഞതുപോലെ 12,000 പേര് മാമോദീസ സ്വീകരിച്ചുവെന്ന് പറഞ്ഞാൽ ഒരു യുവജനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമാണ്. നശിച്ചു എന്ന് പറയുന്നത് വെറുതെയാണ്. താങ്ക് യു ബ്രദർ. സിസ്റ്റർ, ഞാൻ സിസ്റ്ററിൻ്റെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. കാരണം സിസ്റ്റർ NSTയിൽ ഒരു മെമ്പറായിരുന്നുകൊണ്ട് ഇന്ത്യ മുഴുവൻ അലഞ്ച് യാത്ര ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കറുത്ത ബാഗൊക്കെ തൂക്കി ഇതുപോലെ ഒരു സന്യാസിനി നാഷണൽ ലെവലിൽ സിസ്റ്ററെ ആ ഒരു നെറ്റ്വർക്ക് ബിൽഡിങ്ങിൻ്റെയും ആളുകളെ എക്യുപ്പ് ചെയ്യുന്നതിൻ്റെയും ആ സിസ്റ്ററിൻ്റെ പ്രചോദനവും അനുഭവത്തിൻ്റെ ഫലത്തിൽ ഒന്ന് വളരെ ഷോർട്ടായിട്ടൊന്ന് പറയാമോ സിസ്റ്റർ? ഒന്നാമതായിട്ട് എൻ്റെ കോൺഗ്രിഗേഷൻ സഭ തരുന്ന ഒരു സപ്പോർട്ടാണ്. ഫ്രീ ആയിട്ട് എന്നെ വിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും. ഞങ്ങൾ അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യമൊക്കെ എടുത്തിട്ടുള്ളവരാണല്ലോ. സിസ്റ്റർ ആകുന്നതിന് മുമ്പ് ഇങ്ങനെ ഓടിച്ചാടി അൽമായ സിസ്റ്റർ കൊച്ചായിട്ട് നടന്നെങ്കിലും ഇവിടെ ഞങ്ങൾ കുറച്ചൊക്കെ സ്ട്രിക്റ്റുള്ള അനുഭവങ്ങൾ, മീൻസ് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് നന്നായിട്ട് അങ്ങ് അനുസരിച്ച് നിൽക്കുന്നു. സഭയിൽ നന്നായിട്ട് അനുസരിച്ച് നിന്നാൽ സഭയുടെ ഫുൾ സപ്പോർട്ടും കിട്ടും എന്നതാണ് എൻ്റെ ഒരു അനുഭവം. രണ്ടാമത്തെ ഒരു അനുഭവം, കൈയടിക്കുമ്പോൾ നന്നായി അടിക്കുക. ആർക്കോ വേണ്ടി ഇത്ര സിസ്റ്റർമാർക്കൊന്ന് കൈയടിച്ചൂടെ? ചിലർക്കൊക്കെ ഒരു അനുഭവമുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, കൗൺസിലിംഗ് നടത്താൻ അറിയാം, എനിക്ക് ചാൻസ് ഇല്ലെന്ന്. പക്ഷേ ഞാൻ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിനിൽ വരദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകാനും പരിശുദ്ധാത്മാവിനെ അറിയാം. പരിശുദ്ധാത്മാവിനറിയാം എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ഏത് ശുശ്രൂഷകളാണ് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റിക്കും. ഞാൻ എന്നും ഈശോയുടെ മുൻപിൽ പറ്റുന്നത് പോലെ വചനം വായിക്കുവാനും പറ്റുന്ന പോലെ ധ്യാനിക്കുവാനും ഒക്കെ ഞാനിങ്ങനെ ആരും കാണാതെ പാത്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഈശോ എന്നെ പൊക്കിക്കൊണ്ട് പോകുന്നത് എന്ന ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒരു യോഗ്യതയും ഇതിനകത്തില്ല. ഞാൻ എൻ്റെ ഈശോയോട് പറയും, ഈശോയെ വേണ്ടുന്നിടത്ത് എല്ലാം എന്നെ കൊണ്ടുപോകണേ, ആരുമില്ലെന്നോർത്ത് നീ വിഷമിക്കല്ലേ, ഞാനുണ്ട്, എന്നെ കൊണ്ട്. ഇന്ന് രാവിലെയും ഞാൻ പറഞ്ഞു, ഈശോയെ ഇനി നിൻ്റെ കുറിച്ച് വരാൻ ആരുമില്ലെന്ന് നീ വിചാരിച്ചേക്കാം, ഞാൻ റെഡിയാണ്. അങ്ങനെ ഒരു കൂട്ടുകൂടി ഒരു അരൂപിയിലുള്ളൊരു നടപ്പ് ഭയങ്കര ത്രില്ലിങ് അനുഭവമാണ്. എന്ത് മായെടുക്കൽ, എന്ത് യാത്ര, എന്ത് ഭക്ഷണം, എന്ത് കാലാവസ്ഥ. ഈശോ ചുറ്റും നിൽക്കുമല്ലേ, പരിശുദ്ധാത്മാവ് ചുറ്റും നിൽക്കുമ്പോൾ നമുക്ക് എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കാനായിട്ടുള്ളത്? ഇത് നമ്മൾ ചെയ്തെന്ന പോലെ ഒരു ചിന്ത പോലും നമുക്കില്ല. അത്രമാത്രം പരിശുദ്ധാത്മാവ് നമ്മൾ പൂർണ്ണമായും സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം. NSTയിലേക്ക് വരലേ എന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ എടുത്തപ്പോൾ ഞാൻ വന്നു, കുറച്ചും കൂടെ ചെയ്യാമല്ലോ എന്നോർത്ത്. NST വന്നാൽ മാത്രമൊന്നുമില്ല, എല്ലായിടത്തും നമുക്ക് ചെയ്യാനായിട്ടുള്ള വാതിലുകളുണ്ട്. സോ ഈശോയുടെ മുൻപിൽ, ആത്മാവിൻ്റെ മുൻപിൽ അനുസരണത്തോടെ വിധേയത്വത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ട് ഒരു ക്ഷീണവും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇല്ല. താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ പറയുമ്പോൾ അടിവരയിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, ഒരു പ്രേഷിതന്, ഒരു ശുശ്രൂഷകന്, ശുശ്രൂഷകയ്ക്ക് ഡെഡ് എൻഡ് ഇല്ല, വഴിമുട്ടിപ്പോയിന്നൊരവസ്ഥയില്ല. കാരണം 100 വാതിൽ തുറക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് നമ്മൾ. ആത്മാവിനെ കേൾക്കുക, ആത്മാവിൻ്റെ നയിക്കലുകൾക്ക് വിധേയപ്പെടുക. തങ്കച്ചാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, കരിസ്മാറ്റിക് നവീകരണം നമ്മുടെ ഒരു പ്രൈവറ്റ് ക്ലബ്ബല്ല. കരിസ്മാറ്റിക്കിൽ കിട്ടുന്ന അനുഭവവും ശൈലിയും നമ്മളൊരു പുളിമാവാവുക എന്ന് പറയുന്നത് പോലെ മറ്റു പ്രസ്ഥാനങ്ങളിലും ആയിരിക്കണ സ്ഥലത്തും കൊടുക്കുന്നതിൻ്റെ ഒരു നല്ല മാതൃകയാണ് തങ്കച്ചായൻ. ഇപ്പോഴും വിൻസെൻ്റ് ഡി പോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപദേശകനും അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ ഈ നവീകരണ അനുഭവം സഭയുടെ വിവിധ തലങ്ങളിലും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലും കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം 2 മിനിറ്റിൽ. ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, സഭയെക്കുറിച്ച് കണ്ടപ്പോഴേ
ഒന്ന്, സഭയെക്കുറിച്ച് കാണുമ്പോൾ കർത്താവിൻ്റെ ഭൗതിക ശരീരം എന്നത് എൻ്റെ ജീവിതത്തിൽ അടിയുറയിട്ട് വന്ന സംഗതിയാണ്. അങ്ങനെ വന്നപ്പോഴേ ഞാൻ ഹൈറേഞ്ചിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോഴേ KSCയുടെ 5 തവണ KSCയിലുണ്ടായിരുന്ന ആളാണ്. 4 തവണ വൈസ് ചെയർമാനായി. അതിൻ്റെ കാരണം കേരള സഭയെ നവീകരിക്കുവാൻ കർത്താവ് എന്നെ മനോഹരമായിട്ട് എല്ലായിടത്തും എത്തിച്ചു. ഈ ഭക്തസംഘടനകൾ പറഞ്ഞാൽ വിൻസെൻ്റ് പോളിൻ്റെ സ്പിരിച്വൽ ഫോർമേഷൻ ഡയറക്ടറാണ് ഞാൻ ഈ കേരളത്തിൻ്റെ. അതുകൊണ്ട് 36 രൂപതകളിലും ഞാൻ പോകാറുണ്ട്, 34 രൂപതകളിലും പോകാറുണ്ട്. അവരൊക്കെയുള്ള വിൻസെൻ്റ് പോളുകാർക്ക് ഫോർമേഷൻ കൊടുക്കാറുണ്ട്. ഇപ്പോഴിതാ ലീജൻ ഓഫ് മേരിയെയും ഞാൻ കയ്യിലെടുക്കാൻ തുടങ്ങി. ചില രൂപതകളിലൊക്കെ എന്നെ ലീജൻ ഓഫ് മേരിക്ക് ഫോർമേഷൻ കൊടുക്കാൻ വിളിക്കാറുണ്ട്. ഞാൻ അവിടെയും പോകാറുണ്ട്. ഇതിൻ്റെ കാരണം സഭ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ്. ഇവിടെ കരിസ്മാറ്റിക് എന്ന ഒരേ ഒരു ലെവലല്ല, സഭയുടെ വിവിധ തലങ്ങളിലും പരിശീലനം ആവശ്യമുണ്ട്. നമുക്ക് കടന്നില്ലാവുന്നിടത്തൊക്കെ നമ്മൾ ചെല്ലണം. ഇടവകയിലെ 2000-നടുത്ത് അംഗങ്ങളുള്ള ഇടവകയാണ് എൻ്റേത്. ആ ഇടവകയിലെ 13 ആനിമേറ്റേഴ്സ് ഉണ്ട്. അവരുടെ ആനിമേറ്റേഴ്സിന് ഫോർമേഷൻ കൊടുക്കുകയും ബൈബിൾ പറയാൻ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് എന്നെ തന്നെയാണ് വികാരിയച്ഛൻ ഏൽപ്പിച്ചിരിക്കുന്നത്. രൂപതയിലും ഞാനത് ചെയ്യുന്നുണ്ട്. താങ്ക് യു തങ്കച്ചായ. ഞാൻ അവസാനമായിട്ട് മനോജ് ചേട്ടനിലേക്ക് വരികയാണ്. മനോജ് സണ്ണിച്ചേട്ടനോട് വീണ്ടും സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, മനോജ് ചേട്ടൻ ജീസസ് യൂത്തിലോ അല്ലെങ്കിൽ NSTയിലായിരുന്നപ്പോഴും KSCയിലൊക്കെ ആയിരുന്നപ്പോഴും ഒക്കെ ഏറ്റവും ബെസ്റ്റായത് കർത്താവിന് കൊടുക്കാൻ വേണ്ടി മുഴുവൻ സമയവും ജീവിതം മാറ്റിവെക്കുന്ന കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ എൻ്റെ ഒരു സഹോദരിയെ പോലെയുള്ള ജീസസ് യൂത്തിലുള്ള എൻ്റെ പ്രായമുള്ള ഒരു യുവതിയുടെ കിഡ്നി പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ വർഷം പുള്ളി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഞാനിത് പറയുന്നത് മനോജ് ചേട്ടൻ്റെ ഈ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ്. തീർച്ചയായിട്ടും FABC അദ്ദേഹത്തെ പ്രേക്ഷിത തീഷ്ണതയും കണ്ടിട്ടാണ് FABC ഓഫീസ് ഓഫ് ഇവാഞ്ചലൈസേഷൻ്റെ സെക്രട്ടറി ആക്കിയത്. അടുത്ത കാലം നമുക്കറിയാം ഒരു ഏഷ്യൻ മിഷൻ കോൺഗ്രസ് നടന്നു മലേഷ്യയിൽ. 1000-ഓളം ഏകദേശം 1000-നടുത്ത് പാർട്ടിസിപ്പൻസ് വന്ന് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലും ഒഫീഷ്യൽ ഡെലിഗേഷൻസ് വന്ന് ഞാനും അവിടെ സാക്ഷിയാവാൻ എനിക്കും പറ്റി, മനോജ് ചേട്ടനും ഒക്കെ വഴിയുള്ളൊരു ഇൻവിറ്റേഷനിൽ. പക്ഷേ ഹൗ ഹി ഓർഗനൈസ്ഡ് ദ ബ്യൂട്ടിഫുൾ വേ, അത്ര എഫക്റ്റീവായിട്ട് ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും നടന്നത് ഈ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലും ട്രാൻസ്പ്ലാന്റ് ഡേയ്സിലും അതിനുശേഷവുമായിരുന്നു. ഇപ്പോഴും ഓസ്ട്രേലിയ എന്നൊരു യാത്ര കഴിഞ്ഞാണ് മനോജേട്ടൻ വരുന്നത്. എങ്ങനെയാണ് തമ്പുരാന് വേണ്ടി ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 2023 എന്നോട് FABCയുടെ ഓഫീസ് ഓഫ് ഇവാഞ്ചലൈസേഷൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് ഉത്തരവാദിത്വം എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഞാനാണ് ആദ്യത്തെ അൽമായൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രഷറും ഉണ്ടായിരുന്നു. 2006 ഏഷ്യയിൽ ആദ്യത്തെ മിഷൻ കോൺഗ്രസ് നടക്കുന്നത്. അത് തായ്ലൻഡിലായിരുന്നു. ഞാനത് അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു, ഒരുപക്ഷെ ഞങ്ങളുടെ ഈ ടേമിൻ്റെ സമയത്ത് ഈ ഒരു 2ാമത്തെ മിഷൻ കോൺഗ്രസ് നടക്കുന്നുള്ള. 2023 അവസാനം ഞങ്ങൾ FABCയോട് അത് റെക്കമെൻഡ് ചെയ്തു. അതായത് സെൻട്രൽ കമ്മിറ്റിയോട് റെക്കമെൻഡ് ചെയ്തു. നമ്മുടെ ആൻഡ്രൂ സാരഥി പിതാവൊക്കെ ഉണ്ടാക്കുകയാണ്. CBC എല്ലാ ബിഷപ്സ് കോൺഫറൻസിൻ്റെ പ്രസിഡൻറ്റുമാരാണ് അതിനകത്തുള്ളത്. അപ്പോൾ അവരാണ് തീരുമാനം എടുക്കുന്നത്. 2024 ആരംഭത്തിൽ അത് അപ്രൂവ് ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ആരോഗ്യം മോശമാകാൻ തുടങ്ങി. എൻ്റെ 2 കിഡ്നി ഫെയിൽ ചെയ്തു. അപ്പം അതിനിടയ്ക്ക് എനിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ടായി, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. ഇതെല്ലാം ഒന്നിനൊന്നിനൊന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് 900 പേരോ 1000 പേരോളം വരുന്ന ഒരു മിഷൻ കോൺഗ്രസ് ആണ്. ഞങ്ങളുടെ കമ്മീഷനുള്ള ബാക്കി എല്ലാവരും ബിഷപ്സാണ്. അപ്പം ബിഷപ്സ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുവാദം തരും ചെയ്യാനായിട്ട്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ എല്ലാ പരിപാടിയും, പ്രോഗ്രാം മുതൽ ഫണ്ട് റേസ് ചെയ്യുന്ന മുതൽ ഓർഗനൈസ് ചെയ്യുന്ന മുതൽ സകലമാന പരിപാടിയും ഒരാളാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതാണ് വ്യത്യാസം. സാധാരണ 1000 പേരുടെ കോൺഫറൻസിൽ 100 പേരുണ്ടാവും സഹായിക്കാൻ. ഇതങ്ങനെയൊന്നുമില്ല. അതിനകത്തുള്ള ഏക അൽമായനും അതിനകത്ത് ജോലി, അതായത് ആക്ച്വൽ ജോലി ചെയ്യേണ്ടി വരുന്നത് ഞാൻ മാത്രമാണ്. എൻ്റെ ഇത് മോശമായിക്കൊണ്ടിരിക്കുന്നു. അത് ഡയാലിസിസ് വരുന്നു. 6 മാസം ഡയാലിസിസ് കൂടെ പോയി. അതിനിടയ്ക്കൂടെ ഞാൻ യാത്ര ചെയ്തു. ഡയാലിസിസിനോട് ഒപ്പവും പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വന്നു ഞാൻ ധാരാളം. എന്തായാലും നവംബർ 27-നാണ് 2024 നവംബർ 27-നാണ് എന്നെ ട്രാൻസ്പ്ലാന്റ് നടന്നത്. അപ്പം അതിനൊക്കെ മുമ്പ് ഞങ്ങൾ ഈ കോൺഫറൻസിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തായിരുന്നു. മലേഷ്യയിൽ പെനാങ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. അപ്പം ഒരാഴ്ച മുമ്പ് ഞാൻ പോയി സ്ഥലം കണ്ടു, ആൾക്കാരെ കണ്ടിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഒക്കെയാണ് ഇപ്പോൾ വർക്കെല്ലാം നടക്കുന്നത്. എക്സാക്റ്റായിട്ട് നവംബർ 27, 2025 നവംബർ 27-നാണ് 2ാമത്തെ മിഷൻ കോൺഗ്രസ് പെനാങ്ങിൽ ആരംഭിക്കുന്നത്. അതായത് കറക്റ്റ് വാർഷികത്തിൻ്റെ അന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യ ദിവസം പറഞ്ഞു, തുടങ്ങുമ്പോൾ ഞാൻ അഡ്രസ്സ് ചെയ്ത് ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ ബോധമില്ലാതെ സർജറി ടേബിളിൽ കിടക്കുമായിരുന്നു. 7-8 മണിക്കൂർ നീണ്ട സർജറി കിടക്കുകയായിരുന്നു. ഞാൻ പറയാനുള്ള കാരണം ഇത്ര മാത്രമേ ഉള്ളൂ. ഏകദേശം 900 പേര്, 120 കൂടുതൽ ബിഷപ്സും 10-12 കാർഡിനൽസും എല്ലാവരും വന്ന ഒരു വളരെ മനോഹരമായ പ്രോഗ്രാമായിരുന്നു.
പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയത്തായിരിക്കും കർത്താവ് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത്. റൈജു പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ എന്നും എപ്പോഴും എന്നെ മുമ്പോട്ട് നയിച്ചിട്ടുള്ള ഒരു മോട്ടോ എന്ന് പറയുന്നത് ഗിവ് ഹിം ദ ബെസ്റ്റ് എന്നുള്ള, അവൻ ഏറ്റവും നല്ലത് കൊടുക്കുക. കാരണം എനിക്ക് എനിക്ക് ലഭിച്ചിട്ടുള്ളത് എല്ലാം അവൻ്റെ നിന്നാണെങ്കിൽ, എൻ്റെ ആരോഗ്യമായിരിക്കാം, ശക്തിയായിരിക്കാം, അത് വിസ്ഡമായിരിക്കാം, നോളജ് ആയിരിക്കാം, അത് എന്തുമായിരിക്കാം, ഹെൽത്ത് ആയിരിക്കാം, എല്ലാം ആയിരിക്കാം, ഉള്ളത് ഏറ്റവും നല്ലത് അവന് കൊടുക്കുക. കാരണം ഹി ഡിസേർവ്സ് ദ ബെസ്റ്റ്. കാരണം അവനാണ് ഇതിൻ്റെ എല്ലാ ഉടയവനും, ഓണർ അവനാണെങ്കിൽ ഹി ഡിസേർവ്സ് ദ ബെസ്റ്റ് എന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴും ആ ഒരു വർഷക്കാലം എനിക്ക് എന്താ പറയുക, നമ്മൾ 5 അപ്പം അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, ഒരപ്പം പോലും കാണത്തില്ല, ഒരപ്പത്തിൻ്റെ ചെറിയൊരു കഷ്ണം മിച്ചമുള്ള എന്നില്ല, അത്രയും ആരോഗ്യവും അത്രയും എനർജിയും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കർത്താവിന് അത് മതിയായിരുന്നു, മിച്ചം മതിയായിരുന്നു ഇങ്ങനെ ഒരു കോൺഗ്രസ് ഓർഗനൈസ് ചെയ്യാനായിട്ട്. ഞാനെപ്പോഴും പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്കുള്ള നിസ്സാരതയായിരിക്കാം ചിലപ്പം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ദൈവം ബ്ലെസ്സിങ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടോ അത് തമ്പുരാന് കൊടുക്കുക. അത് അതിൻ്റെ ഏറ്റവും മോശമായ സാഹചര്യത്തോട് പോകുമ്പോൾ കർത്താവിന് കൊടുക്കുക. അവൻ നമ്മളിൽ കൂടെ അത്ഭുതങ്ങൾ ചെയ്യും. പ്രൈസ് ഗോഡ്.